അലാസ്കയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. നല്ലൊരു തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. അതായത് വർഷങ്ങളായി തുടരുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് റഷ്യ സന്നദ്ധമാകുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും റഷ്യ അങ്ങനെ സന്നദ്ധമായാൽ ഒരു കാര്യം ഉറപ്പാണ്. അതായത് ഉടനെ തന്നെ പ്രസിഡന്റ് ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യും. റഷ്യയും ചെയ്യും, യുക്രൈനും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഉറപ്പുള്ളത്. പക്ഷെ അതിനു മുമ്പ് വെടിനിർത്തലിന് റഷ്യ തയ്യാറാവണം. അപ്പോൾ റഷ്യയുമായി ഒരു ഏകപക്ഷീയമായ ഒരു വെടിനിർത്തൽ പാടില്ല എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും പാടില്ല. അതേസമയം തന്നെ യുക്രൈൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി കിട്ടണമെന്ന് റഷ്യ പിടിവാശി പിടിക്കുന്നു. അപ്പോൾ കുറേ ഭാഗം കൊടുക്കണമെന്നുള്ള നിലപാടിലാണ് ഈ ട്രംപ് ഭരണകൂടം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ട്രംപും അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും ഒക്കെ അതിന് താല്പര്യം കാണിക്കുന്നവരാണ്. അപ്പം അത് പറ്റില്ല എന്ന് സെലൻസ്കിയും പറയുന്നു. ഇനി യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും റഷ്യയുടെ ആധിപത്യം, റഷ്യയുടെ ശക്തി മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ചരിത്രപരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും, കാര്യം റഷ്യയും യൂറോപ്പിലാണെങ്കിലും ചരിത്രപരമായിട്ട് ശത്രുതയിലുള്ള രണ്ട് വിഭാഗമാണ് റഷ്യയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പം റഷ്യക്ക് ഒരു ഗുണം വരുന്നത് എന്തായാലും മറ്റു രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ ട്രംപും പുടിനും തമ്മിലുള്ള ചങ്ങാത്തവും അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ പോകുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പം അമേരിക്കയെ പിണക്കിയിട്ട് യൂറോപ്പിന് തന്നെ ഈ യുദ്ധം നടത്താനോ ജയിപ്പിക്കാനോ ഉള്ള കഴിവില്ല. അമേരിക്ക കൂടെ യൂറോപ്പിൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ, അതായത് സെലൻസ്കിയുടെ കൂടെ കൂടുകയാണെങ്കിൽ നിഷ്പ്രയാസം റഷ്യയെ തറപറ്റിക്കാനും പറ്റും. അപ്പോൾ അതിന് ട്രംപിന് താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നാളത്തെ ചർച്ചയിൽ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടോ കൊടുക്കാതെയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ലോകമെങ്ങും ഉണ്ടായിട്ടുണ്ട്. കാരണം ഗാസയിലെ പ്രശ്നം പോലെയല്ല ഇത്, ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യുക്രൈൻ യുദ്ധം. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ എണ്ണ മുതൽ ചൂട്, റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതവും മറ്റും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവയെല്ലാം ബാധിച്ചിരിക്കുന്നു. അത് വളരെ ദൂരത്ത് കിടക്കുന്ന ഇന്ത്യയെപ്പോലും ഇത് ബാധിച്ചിരിക്കുന്നു. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതിനെതിരെ അമേരിക്ക താരിഫ് കൊണ്ടിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധം നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. നേരെ മറിച്ച് ഗാസയിലെ യുദ്ധം അവിടുത്തെ ജനങ്ങളെ ആ പരമമായ ഒരു നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നു എന്നല്ലാതെ മറ്റു മനുഷ്യരൊന്നും അധികമൊന്നും ബാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇരിക്കുന്നത്. അല്ലാത്തടത്തോളം കാലം മറ്റുള്ളവർ ശ്രദ്ധിക്കാനും പോകുന്നില്ല. നമുക്കിട്ട് ഒരു കിടുക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിൽ താല്പര്യം കാണിക്കുന്നത്. എന്തായാലും നാളെ ഒരു നല്ല വാർത്ത ഉണ്ടാവട്ടെ. ട്രംപിന് യുക്രൈനും റഷ്യയും ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യട്ടെ. ഇപ്പം തന്നെ 5 യുദ്ധം ട്രംപിൻ്റെ ഇടപെടൽ മൂലം സമാധാനത്തിലെത്തിയെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അത് ഒരു കീറാമുട്ടിയായിട്ട് കിടക്കുന്നത്. പാകിസ്ഥാൻ ട്രംപിൻ്റെ ഇടപെടൽ മൂലമാണ് യുദ്ധം നിർത്തിയതെന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്ന് മാത്രമല്ല ട്രംപിനെ നോബൽ സമ്മാനത്തിനും നിർദ്ദേശിച്ചു. നേരെ മറിച്ച് ഇന്ത്യ ഇങ്ങനെ ട്രംപോ ആരോ പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ ബൈലാറ്ററലായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിലാണ് ആ യുദ്ധം തീർക്കാനായിട്ട് തീരുമാനിച്ചതും. വിദേശ ഇടപെടൽ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന ചരിത്രപരമായ നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. അപ്പം ട്രംപിനത് ഇഷ്ടപ്പെടുകയല്ലോ. ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഇന്ത്യ കൂടി നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പത്തിലായതിനെ. പക്ഷേ ഇനിയിപ്പം റഷ്യ അത് ചെയ്ത് കിട്ടിയാൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നോബൽ സമ്മാനം. എന്തായാലും കിട്ടട്ടെ. കാരണം നമുക്ക് ഈ നിരന്തരം ഇത് കേൾക്കേണ്ടതില്ലല്ലോ. നോബൽ സമ്മാനം എന്ന് പറഞ്ഞ് കേൾക്കേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ.